ഹലോ, ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം ആദ്യം. ആവശ്യത്തിന് ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും വേപ്പിലയും ഇട്ട വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു മാങ്ങ, ഒന്നോ രണ്ടോ മാങ്ങ അധികം പുളി അനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റോളം മാങ്ങ ഇട്ട ശേഷം ഇത് വേവിക്കാൻ വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതിനായിട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1.5 കപ്പ് തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മിക്സിയിൽ ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മാങ്ങയും ചെമ്മീനും അടുപ്പത്ത് വെച്ചിരുന്നത് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് തിള വരുന്നവരെ വെക്കാം. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ സമയം കൊടുക്കുക. തേങ്ങ അരച്ച് വെച്ച കറി ആയതുകൊണ്ട് തന്നെ ചെറിയ തള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് കറിയിൽ താളിച്ചൊഴിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ചീൻചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് 4-5 ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായി ഇളക്കിയ ശേഷം ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കുക. ഓഫ് ചെയ്ത ശേഷം ഇടാൻ പറഞ്ഞത് ചിലപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകും, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇനി ഈ താളിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ഇട്ട ശേഷം നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ആ കറി ഒന്ന് നന്നായി മൂടി വെക്കുക. ഒരു ഗസ്റ്റ് വരുമ്പോഴോ വർക്കിംഗ് വുമൺസിനോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചെമ്മീൻ ഇടുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും ഇതേപോലെ എളുപ്പമുള്ള കുറച്ച് റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.